കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരംപാറ മേഖല അപകടത്തുരുത്താകുന്നു. ദിനംപ്രതി എന്നോണം നിരവധി വാഹനങ്ങളാണ് കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോഡിലെ കാഞ്ഞിരംപാറയിൽ നടക്കുന്നത്. കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോഡിൽ കാഞ്ഞിരംപാറ ഇറക്കം അപകട മേഖലയായി മാറിക്കഴിഞ്ഞു. ശ്രീകൃഷ്ണപുരത്തു നിന്ന് കടമ്പഴിപ്പുറത്തേക്ക് പോകുന്ന ഭാഗവും കടമ്പഴിപ്പുറത്തു നിന്ന് ശ്രീകൃഷ്ണപുരത്തേക്ക് വരുന്ന ഭാഗവും ഇറക്കവും വളവും കൂടിയതാണ് ഇവിടം. ഇപ്പോൾ റോഡ് പണി പൂർത്തീകരിച്ചത് വാഹനങ്ങളുടെ അമിതവേഗതയ്ക്ക് കാരണമാകുന്നു. റോഡിന് ഇരുവശവും ഇട്ട മണ്ണ് മഴയിൽ കുത്തിയൊലിച്ചു പോയത് അരികിൽ ഗർത്തങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമായിട്ടുണ്ട്. വാഹനങ്ങൾ റോഡരികിലുള്ള ഈ ഗർത്തങ്ങളിൽ വീണാണ് അപകടം പതിവായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം റോഡരികിലെ കുഴിയിൽ വീണ ബൈക്ക് നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചിരുന്നു. സ്കൂൾ കോളേജ് ബസ്സുകൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ ധാരാളം വാഹനങ്ങൾ പോകുന്ന ഈ വഴി സ്ഥിരം അപകട മേഖലയായി മാറിയിരിക്കുകയാണ്. പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ നിന്നും കടമ്പഴിപ്പുറത്തു നിന്ന് ഉള്ള ഇടവഴി എളുപ്പത്തിൽ ശ്രീകൃഷ്ണപുരത്ത് എത്താൻ കഴിയുന്ന ഒരു റോഡാണ്. ആ റോഡിൽ കാഞ്ഞിരംപാറ എന്ന സ്ഥലത്ത് വെച്ച് ഒരുപാട് അപകടങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പറഞ്ഞ കോളേജിലെ ഒരു വിദ്യാർത്ഥി അവിടെ വെച്ച് മരണപ്പെടുകയും ആ കുടുംബത്തിൻ്റെ വിഷമം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം വീണ്ടും ഒരു ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേരും ആ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഡ്രൈവർ അടക്കം 4 പേര് അപകടത്തിൽപ്പെടുന്നൊരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ഈ റൂട്ടിലോടുന്ന റൂട്ട് ബസ് അപകടത്തിൽപ്പെട്ടു. ദൈവസഹായത്താൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവായിക്കൊണ്ട് ആ ബസ് നിസ്സാര പരിക്കുകളോടുകൂടി തന്നെ അവിടെ പണി തീർത്ത കൽവെട്ടിൽ ചെരിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം, ഇന്ന് ഉണ്ടായ അപകടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു കാറിൽ ബൈക്ക് കൂട്ടിയിടിച്ച് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വെച്ച് നിരവധി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലയിലെ അപകടങ്ങൾ തങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനൊരു പോംവഴിയായി ബന്ധപ്പെട്ട അധികാരികൾ റോഡിൽ സ്പീഡ് ബ്രേക്കറുകളോ മറ്റോ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഡെയിലി നമുക്കിതുവരെ സ്ഥിരം സ്കൂൾ ബസ്സുകളും എല്ലാം പോകുന്ന വഴിയാണ്. നിറച്ച ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട പരിഹാരങ്ങളും സ്പീഡ് ബ്രേക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആക്സിഡൻറ്റ് പ്രോണ ഏരിയ ആയിട്ടുള്ള സ്പീഡ് ബ്രേക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ ഈ പുതിയ റോട്ടിൽ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ അധികാരിയുടെ ശ്രദ്ധയിൽ അതൊക്കെ ഒന്ന് പെടുത്തുക. ഞങ്ങൾ ഈ അയൽവാസികളൊക്കെ എല്ലാവരും കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ ആക്സിഡൻറ്റുകൾ ഡെയിലി കാണുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ചെയ്യണം.